എൻ്റെ നാത്തൂനായ ഇക്കാൻ്റെ പെങ്ങളായ റംല. അവളുടെ താമസ സ്ഥലം മാത്തൂരാണ്. ഇതിന് ഞാൻ നിയമപരമായിട്ട് നേരിടാൻ പോവുകയാണ്. ഇതിൽ ആരൊക്കെ എന്തൊക്കെയോ എന്നെ കുറിച്ച് ആരൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടോ അവരുടെയൊക്കെ ചാനല് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. യൂട്യൂബ് അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാണല്ലോ ഇപ്പം ഷാജിദ ഷാജി എവിടെ നോക്കിയാലും ഈ ഷാജിദ ഷാജിയെ പറ്റിയുള്ള വാർത്തകളേ ഉള്ളൂ. ഞാനും ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഷാജിദ ഷാജി എന്ന് പറയുന്ന യൂട്യൂബറിനെ പറ്റി. ഒരു ഫാമിലി ബ്ലോഗറാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ചിലപ്പോൾ അറിയാമായിരിക്കും. ഇത്രയും ഇന്നലെ തൊട്ട് ഇങ്ങനെ ഇവരുടെ പേരിലുള്ള വാർത്തകൾ കിടന്ന് കറങ്ങുന്നതുകൊണ്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കും. എങ്കിലും ചെറുതായിട്ടൊന്ന് പറഞ്ഞേക്കാം. ഞാനും ചെയ്തു ഒരു വീഡിയോ. ഇവരുടെ ഒരു ഫാമിലി ബ്ലോഗർ, ഇവരുടെ ഹസ്ബൻഡ് മരിച്ചുപോയി, 5 കുട്ടികളുണ്ട്. ഇപ്പൊ പുതുതായിട്ട് ഇവർ കല്യാണം കഴിച്ചു. അപ്പൊ ഇത്രേ ഉള്ളൂ സംഗതി. അപ്പൊ ഈ പുതിയ കല്യാണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരെ പറ്റി കുറെ റിയാക്ഷൻ ചാനലുകാർ കുറെ വീഡിയോകളൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ കുറെ പേര് നേരത്തേക്ക് ഇവരെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തായിരുന്നു വീഡിയോ ഇട്ടിരുന്നതെന്നൊക്കെ ഞാൻ പറയുന്നത് കേട്ടു. പക്ഷെ ഇപ്പോ ആളുകൾക്കൊക്കെ എന്തോ ഇവര് കാണിക്കുന്നതിനകത്തൊക്കെ ഇത്തിരി ഉടായ്പ മണത്തിട്ട് പിന്നെ ഇവരുടെ നാക്കുകൊണ്ട് ഇവര് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നത് നമ്മൾ മറ്റേ റിയാക്ഷൻ ചാനലുകാരെല്ലാം മറ്റേ പിച്ചച്ചട്ടി എടുക്കുന്നവരാണ് എന്നുള്ള രീതിയിലൊക്കെ ഇവര് പറയുന്നുണ്ടായിരുന്നു. ഇന്നലെ ഇറങ്ങി പിച്ച എടുക്കാൻ പോടാന്നുള്ളൊരു സാധനമൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇവര്. അപ്പം ശരിക്കും പിച്ച എടുക്കുന്നത് യൂട്യൂബ് വഴി വന്ന് ഇവരാണെന്നുള്ള കാര്യം ഇന്നലെയൊക്കെ ഇവിടെ തെളിഞ്ഞു കഴിഞ്ഞതാണ്. ഇവരുടെ മറ്റേ ഫോൺ നമ്പർ കൊടുക്കുക, എന്നിട്ട് ഫോണിൽ വിളിക്കുന്നവരൊക്കെ കോഴികള്. അതായത് പൈസ കൊടുത്തവരും എല്ലാവരും മറ്റേ മോശക്കാരി, ഇവര് മാത്രം സൂപ്പർ സുന്ദരി. ആ ഒരു മൂഡാണ് ഈ ഒരു ഇത്ത. അപ്പൊ എന്തായാലും ഇന്നലെ ഈ ഒരു ഇത്തക്കെതിരെ ഈ സ്ത്രീയുടെ, ഈ ഷാജിദ ഷാജിയുടെ ഹസ്ബൻഡിന്റെ പെങ്ങള് സംസാരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വിട്ടിട്ടുണ്ട്. നമ്മുടെ ഷെഫീന ബീവി ആണ് പുറത്തു വിട്ടത്. ഷെഫീന ബീവി അല്ല പുറത്തു വിട്ടിരിക്കുന്നത്, പക്ഷെ ഷെഫീന ബീവിയോട് സംസാരിക്കുന്ന കുറച്ച് ക്ലിപ്പുകൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ കേട്ടു. അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ മോനെ അപരാധം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാന്തരം അപരാധം. ഞാൻ കുറച്ച് പോർഷൻസ് മാത്രം നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചു തരാം. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും കുറെ പേരൊക്കെ, പക്ഷെ എന്നാലും അത്രയും ക്ലാരിറ്റിയോടെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. എന്റെ ഇരിക്കുന്ന ഇച്ചിരിയും കൂടെ കുറച്ചും കൂടെ തക്കടും കൊണ്ട് ഇച്ചിരി ഒരു ക്ലാരിറ്റി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അത് ഞാൻ കുറച്ച് ഭാഗം മാത്രം നിങ്ങളൊന്ന് കേൾപ്പിക്കാം. അതിനുശേഷം ഇന്ന് രാവിലെ ഈ ഷെഫീന എന്ന് നമ്മുടെ ഷാജിദ ഷാജി അവരുടെ ചാനലിലൂടെ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അവരെ പറ്റി സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മളെയൊക്കെ അങ്ങ് മൂക്കിക്കയറ്റും എന്നുള്ള രീതിയിലുള്ള ഒരു സംസാരമൊക്കെ ഉണ്ട്. അപ്പൊ അതിനെപ്പറ്റിയൊക്കെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഷാജിദ ഷാജി മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. നിങ്ങളുടെ വിവരക്കേട് കൊണ്ടാണ് നിങ്ങൾ വന്നിരുന്ന് പറയുന്നത്. കാരണം ഇവിടുത്തെ റിയാക്ഷൻ ചാനലുകാരല്ല നിങ്ങളുടെ മറ്റേ ശത്രുക്കൾ, മനസ്സിലായില്ലേ? നിങ്ങൾക്കെതിരെ ഒരുപാട് തെളിവുകൾ നിങ്ങൾ തന്നെ വന്ന് നിങ്ങളുടെ ചാനലിനകത്തോട്ടിരുന്ന് കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ കണ്ടോണ്ടിരിക്കുന്ന ഞങ്ങളെന്താ പൊട്ടന്മാരോ? ഞങ്ങളുടെ അഭിപ്രായം പറയും. ഇത് സോഷ്യൽ മീഡിയ, മനസ്സിലായില്ലേ? അത് മനസ്സിലാക്കിയിട്ട് വേണം മറ്റേ കരഞ്ഞു കൂവിയും നാട്ടുകാരെ പറ്റിക്കാനും ഒക്കെ ഇറങ്ങാനായിട്ട് എന്റെ പൊന്ന് ഇത്ത. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഇത്തക്കെതിരെ അവരുടെ മുൻ മരിച്ചുപോയ ഭർത്താവിന്റെ പെങ്ങള് പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് നിങ്ങൾ കേൾക്കുക. നിങ്ങൾ എന്താ മിണ്ടാതിരിക്കുന്നത്? നിങ്ങൾക്ക് സംസാരിക്കാൻ ഉണ്ടാവുമല്ലോ. എന്താ നിങ്ങൾ ഇത്രയും മോശം പറഞ്ഞിട്ടും നിങ്ങൾ മിണ്ടാതിരിക്കുന്ന എന്താന്ന് എന്റെ ഡൗട്ട് ഉണ്ടായിരുന്നു. മിണ്ടാണ്ടിരിക്കുന്നത് ഞങ്ങൾ എല്ലാരും കൂടി ഡിസ്കസ് ചെയ്തു. അപ്പൊ എന്റെ വലിയ ഞങ്ങളെയൊക്കെ പറഞ്ഞത് അവര് ചെറിയ മക്കളല്ലേ, അവർക്ക് അറിയില്ല ഇങ്ങനെ മോശക്കാരിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾക്കത് പിന്നീട് വെളിയിൽ ഇറങ്ങി നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എങ്ങനെ ജീവിച്ചോട്ടെ, കുട്ടികളെ തന്നെ മനസ്സിലാക്കും, നമ്മൾ പറയണ്ട എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ മിണ്ടാണ്ടിരുന്നത്. പിന്നെ ഈ പറയുമ്പോ ഇതിൽ അവൾ ഇതുവരെ പറഞ്ഞതിൽ ഒരു പോയിന്റ് പോലും സത്യമില്ല. കുടുംബക്കാരെ പറ്റി പറഞ്ഞല്ലേ, അതെനിക്കും തോന്നി. കുടുംബക്കാരനെ പറ്റി പറഞ്ഞതും അവള് പറയുന്ന കാര്യങ്ങളും ഏത് സത്യമില്ല. അവൾ തനിപ്പഴയാണ്. അവനുള്ളുമ്പോഴേ താത്ത, നിങ്ങൾ മുസ്ലിംസ് അല്ലേ? അതെ അതെ, മുസ്ലിം. അവനുള്ളുമ്പോ തന്നെയാണ് അവള് പല ആണുങ്ങളായിട്ടും ഉള്ളത് കൊണ്ടാണ് അവനത് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ എന്ത് സംഭവങ്ങളുണ്ട്. അവളുടെ പോക്ക് ശരിയില്ല, അവളുടെ നിലപാട് ശരിയില്ല എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ അവനെ കൊണ്ട് സൂചിപ്പിച്ചു. പോണ്ട് ഇന്നവിടെ വേണ്ടാത്ത ഒരു സ്ഥലത്ത് വെച്ച് നിന്റെ ഭാര്യനെ കണ്ടു, അവിടെ കണ്ടു, ഇവിടെ കണ്ടു എന്ന് എല്ലാവരും പറയുന്നുണ്ട്. അവൻ വിശ്വസിച്ചില്ല. അവൻ പറഞ്ഞാൽ അവനൊരു പാവമാണ്, അവൻ കെട്ടിയവളുടെ അങ്ങോട്ട് അമിതമായി സ്നേഹിച്ചു. അങ്ങനെ മക്കള് പറഞ്ഞ ജീവനാണ്, അങ്ങനെ ഒരുപാട് ഇങ്ങനെ സ്നേഹിച്ചു. ആര് പറഞ്ഞാലും അവനോട് എടുക്കണില്ല, സ്വീകരിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോ അവന്റെ കൂട്ടുകാരന്മാരും എല്ലാരും പറയാൻ തുടങ്ങി. ലാസ്റ്റ് എന്താണ് അവർക്ക് എല്ലാവരും ഇങ്ങനെ പറയുമ്പോ അതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവുമല്ലോ എന്ന് അവൻ ഒരു ദിവസം ഒരിക്കൽ ചിന്തിച്ചു. അതിന്റെ ഇടയില് ഇവന്റെ മൂത്ത മകൻ തന്നെ ഇപ്പൊ അങ്ങനെയാണ്. ഉമ്മാക്ക് രാത്രി നേരത്തെ കോള് വരെ നമ്മ രാത്രി അപ്പൊ ഞാൻ നല്ല അടിയടിക്കുക അത്ര പറഞ്ഞു കൊടുക്കണ്ട പറഞ്ഞിട്ട്. അങ്ങനെ വലിയ മകൻ ഓരോ വീഡിയോയിൽ ഇങ്ങനെ ഭൂമിയായിട്ട് മിണ്ടാണ്ടിരിക്കുന്നുണ്ട്. അവനക്ക് സത്യങ്ങൾ അറിയാതാട്ടാ, അവനക്ക് എല്ലാ സത്യം അറിയാം. അതുകൊണ്ടാ കുഞ്ഞ് സൈലന്റ് ആയിരിക്കുന്നത്.
ധൈര്യം അതുകൊണ്ടാണ്. വീഡിയോയിൽ അവൾക്ക് പറയാൻ കഴിയില്ല. അവനും എന്തെങ്കിലും അവനും എന്റെ ആങ്ങൾ ഉള്ളുമ്പോ തന്നെ ഇവള് പറയുമ്പോ അവന് നല്ല അടിയായിരിക്കും. അവള് പഠിച്ച കല്യാണം, അവള് ചില്ലറക്കാരിയല്ല പറഞ്ഞാൽ അത് ഒരാൾക്ക് പറഞ്ഞറിയിച്ച മനസ്സിലാവില്ല, അനുഭവിച്ചറിയുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. അത്രയും ഹോസ്പിറ്റലാണ്. അവർക്ക് അവര് 3 മക്കളാണ്. ഇടത്തെ അനിയത്തികൾ ഇവളിനെ കൂട്ടിയിട്ട് ഇവിടെ താഴെ 2 അനിയത്തികൾ, അങ്ങനെ 3 മക്കളാണ്. ഒരെണ്ണമെങ്കിലും ഭർത്താവിന്റെ വീട്ടിലിരിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? അവർക്ക് വയ്യ, അതുപോലെ പെലത്താൻ വയ്യ. കാരണം അത്രയും വായു സാമർത്ഥ്യം, ഇതും അടിച്ച് അതിനെ സമാളിക്കാൻ പറ്റുന്നില്ല. 2 കൂട്ടിയിരിക്കണം. ഇവനക്കറിയാം ഇവളുടെ കൂടെ ജീവിക്കാൻ കഴിയില്ല എന്ന് ഇവനക്കറിയാം. എന്നാലും അവൻ വലിച്ചുകൊണ്ട് നടന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇവർക്ക് അവൻ ചതിക്കാൻ അറിയില്ല. ഇവൻ നല്ല സ്നേഹമുള്ളവനായിരുന്നു, ചതിക്കാൻ അറിയില്ല. എല്ലാരും പറഞ്ഞിട്ടും വിശ്വസിക്കാണ്ട് ലാസ്റ്റ് ഓരോ ഭാഗത്ത് വെച്ച് ഇങ്ങനെ കാണുന്നുണ്ട്. നമുക്ക് ഒരു ഭാഗത്ത് വെച്ച് പിടിച്ചതിന് ശേഷമാണ് ഇവനത് ചെയ്തിരിക്കുന്നത്. കയ്യോടെ പിടികൂടിയതിന് ശേഷമാണ് ഇവനത് ചെയ്തിരിക്കുന്നത്. എന്നിട്ടാണ് അങ്ങനെ പറഞ്ഞേക്കുന്നത്. അവളുടെ ഒന്നും വിശ്വസിക്കണ്ട, ആരും വിശ്വസിക്കണ്ട. ഇനി ഞങ്ങൾക്ക് ഇപ്പൊ എന്താ എനിക്ക് പേടി ചോദിച്ചാല്, ഇനിയിപ്പോ ഓരോരോ ചെക്കന്മാരിനെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടല്ലോ അവരൊന്നും ജീവൻ ഒടുക്കാണ്ടിരിക്കണം, അത്രേ വേണ്ടു. അവര് എന്റെ ആങ്ങളെ ചെയ്തമാര് ചെയ്യാണ്ടിരിക്കണം. ഇവളുടെ കൂടെ കൂടിയ അത് ചെയ്യുന്ന എനിക്ക് ഉറപ്പാണ്. കാരണം ആ ലെവലിലേക്ക് ഇവള് കൊണ്ടെത്തിക്കും. അപ്പൊ നിങ്ങൾ കേട്ടല്ലോ നമ്മുടെ ഷാജിദ ഇത്തയുടെ മുൻ ഭർത്താവിന്റെ, മരിച്ചുപോയ ഭർത്താവിന്റെ പെങ്ങൾ പറയുന്ന കാര്യങ്ങൾ. ഇവര് പറയുന്ന എല്ലാം ഒന്നും സത്യമാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്ക് കുറെയൊക്കെ കേട്ടപ്പോഴത്തേക്ക് ഒരു ദേഷ്യത്തിന്റെ പുറത്തിരുന്ന് തള്ളുന്നതാണോ എന്നുള്ളൊരു സംശയം കൂടെ എനിക്ക് വന്നു. പച്ചയ്ക്കാണ് വിളിക്കുന്നത് 6 പിഴ, അവർക്ക് വേറെ ആരോടൊക്കെയോ എന്തൊക്കെയോ പരിപാടി എന്നൊക്കെ പറയുന്നത്. അത് കൂടാതെ അവരുടെ ലാസ്റ്റത്തെ ഇപ്പം ഇതൊരു ഞാനിപ്പോ കേൾപ്പിച്ചത് എനിക്കൊരു 2.5 മിനിറ്റ് 3 മിനിറ്റിന്റെ അടുത്തുള്ള 3.5 മിനിറ്റുള്ള വോയിസ് ക്ലിപ്പാണ്. ഇത് കുറെ ഉണ്ട് കേട്ടോ, 8-10 മിനിറ്റുള്ള ഒരു വോയിസ് ക്ലിപ്പാണ്. മൊത്തവും ഞാൻ കേൾപ്പിക്കുന്നില്ല. എന്നാൽ ഇവർ ഈ ഒരു വോയിസ് ക്ലിപ്പിൽ ഇതിനകത്ത് ഇവർ പറയുന്ന ഒരു കാര്യം, പരാമർശം, അത് നമ്മുടെ ഷാജിദയ്ക്ക് നല്ല രീതിയിൽ അങ്ങ് പൊട്ടി. എന്നിട്ട് അത് വെച്ചിട്ടാണ് ഇന്ന് രാവിലെ അവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ അതിന്റെ കുറച്ച് പോർഷൻസ് നിങ്ങളെ ഞാൻ കേൾപ്പിച്ചു തരാം. അതിനു മുമ്പ് എനിക്കൊരു സംശയം, ഈ ഷാജിദയുടെ മരിച്ചുപോയ ഭർത്താവിന്റെ പെങ്ങൾ ആ ഒരു വ്യക്തി പറയുന്നത് കേട്ടില്ലേ? എന്റെ ഒരു കൺസേൺ എന്ന് പറയുന്നത് ഇപ്പൊ അവളെ കെട്ടിയവനും ഇല്ലെങ്കിൽ ഇപ്പൊ ഇനിയും വരാൻ പോകുന്ന ചേട്ടന്മാരുടെ ഒക്കെ കാര്യത്തിലാണ് എനിക്ക് പേടി. അവരെയൊക്കെ ചിലപ്പോൾ ഇവിടെ എന്റെ അനിയനെ സംഭവിച്ചതുപോലെ തന്നെ, എന്റെ സഹോദരന് സംഭവിച്ചതുപോലെ തന്നെ അവർക്ക് സംഭവിക്കും എന്നുള്ളൊരു പേടിയാണ് എനിക്ക് എന്നുള്ള വൈകാരികമായിട്ടുള്ള വലിയ തള്ളലൊക്കെ തള്ളുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോഴാണ് എനിക്കൊരു സംശയം. പറയുന്ന എല്ലാം ഒന്നും നമുക്ക് അങ്ങോട്ട് വെള്ളം തൊടാതെ വിഴുകാനൊന്നും പറ്റുന്നില്ല. പിന്നെ ഇതൊരു കുടുംബ പ്രശ്നമാണ്. ഒരാളുടെയും സൈഡിൽ നിന്ന് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. നമുക്ക് 2 ഭാഗത്തും എവിടെയൊക്കെയാണ് ഉടായിപ്പുകൾ എന്നുള്ളൊരു കാര്യം എടുത്ത് പോർട്രേറ്റ് ചെയ്ത് സംസാരിക്കാം, അത്രേ ഉള്ളൂ. ആരെയും ഇൻറ്റുയിറ്റായിട്ട് ഞാനായിട്ട് സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല, ഞാനത് ചെയ്യുകയില്ല. പക്ഷേ ഈ ഷാജിദയുടെ വിഷയം ഞാൻ എടുക്കാനുള്ളൊരു കാരണം, കുറെ പേര് ഇപ്പൊ ചോദിക്കും നിനക്കൊന്നും വേറെ പണിയില്ലടാ, ചോദിക്കുന്നവരോടാണ് പറയുന്നത്. ഞാൻ ഈ ഒരു വിഷയം എടുക്കാൻ കാരണം, കഴിഞ്ഞ ദിവസത്തെ ഇവരുടെ വീഡിയോയിൽ ഇവര് വളരെ മോശമായിട്ട് നമ്മളെയൊക്കെ അങ്ങോട്ട് പറഞ്ഞു. നമ്മളെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളെ എല്ലാവരെയും ഇവർ പറഞ്ഞു. നമ്മളെല്ലാവരും ഞാൻ ആദ്യമേ പറഞ്ഞ കണക്ക് തന്നെ പുറത്തോട്ട് പോയി പിച്ച എടുത്തൂടെ എന്നുള്ള ഒരു ഡയലോഗ് ഇവരടിച്ചു. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് എന്നെ പോലുള്ള എനിക്ക് തോന്നുന്നു പല ആളുകളും റിയാക്ട് ചെയ്യാൻ തുടങ്ങിയത്. കാരണം ആ വർത്താനം പറഞ്ഞ് അവര് കാണിക്കുന്ന പരിപാടി എന്താണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വലിച്ചു കീറി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അവരുടെ നമ്പർ എഴുതിയിടുക, അവരുടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുക, അവർക്ക് വയ്യാന്ന് പറഞ്ഞ് നാട്ടുകാരുടെ നിന്ന് കാശ് മേടിക്കുക, ഇതൊക്കെയാണ് ആ ഒരു ചേച്ചിയുടെ പരിപാടി. എന്നിട്ടാണ് നമ്മളെയൊക്കെ ഉണ്ടാക്കാനായിട്ട് വരുന്നത്. അപ്പൊ പിന്നെ നമ്മൾ വെറുതെ വിടുവോ? ഇല്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു യൂട്യൂബറായിട്ടുള്ള ഒരു സുഹൃത്തിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവരെയൊക്കെ അവര് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നതാണെന്നാണ് അദ്ദേഹമൊക്കെ ആ ഒരു വീഡിയോയിൽ പറയുന്നത്. നേരെ മറിച്ച് ഇപ്പൊ ഇവരുടെ ഭാഗത്ത് തെറ്റുകുറ്റങ്ങൾ കാണാൻ തുടങ്ങിയപ്പോൾ അതും പറയും. റിയാക്ഷൻ ചാനൽസ് അതാണ് ചെയ്യുന്നത്, മനസ്സിലായില്ലേ? ഈ റിയാക്ഷൻ ചാനൽസ് ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ കുറെ വൃത്തികേടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതും കൂടെയൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. അപ്പൊ അതൊക്കെ പോട്ടെ. ഇനിയിപ്പോ ഈ വോയിസ് ക്ലിപ്പിൽ ഞാൻ വെക്കാത്ത ഒരു പോർഷൻ, അതിനെപ്പറ്റി നമ്മുടെ ഷാജിദത്തെ സംസാരിക്കുന്നുണ്ട്. ഷാജിദ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ ഒരു ഷാജിദയുടെ മരിച്ചുപോയ ഭർത്താവിന്റെ പെങ്ങൾ ഈ ഒരു വോയിസ് ക്ലിപ്പിൽ പറഞ്ഞ ആ ഒരു കാര്യം എന്താണെന്ന് അവർ തന്നെ നല്ല വൃത്തിക്ക് പറഞ്ഞു തരും. നിങ്ങൾ ഇതും കൂടെ ഒന്ന് കേക്ക്. എനിക്ക് ഗർഭം ഉണ്ടാക്കി തന്ന എൻ്റെ നാത്തൂനെ കുറിച്ച് എനിക്ക് കുറച്ച് വാക്കുകൾ പറയാനുണ്ട്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എൻ്റെ നാത്തൂൻ എനിക്കിപ്പോൾ ദിവ്യഗർഭം ഉണ്ടാക്കി തന്നല്ലോ. 4 മാസം ഷാജിദ എവിടെ ആയിരുന്നു, 4 മാസം ഷാജിദക്ക് ഗർഭിണിയായിട്ട് കളഞ്ഞു എന്നൊക്കെയാണ് ഇപ്പോൾ പറയണത്. എൻ്റെ നാത്തൂനായ ഇക്കാൻ്റെ പെങ്ങളായ റംല, അവളുടെ താമസ സ്ഥലം മാത്തൂരാണ്.
ഇതിന് ഞാൻ നിയമപരമായിട്ട് നേരിടാൻ പോവുകയാണ്. ഇതിൽ ആരൊക്കെ എന്തൊക്കെയോ എന്നെ കുറിച്ച് ആരൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടോ അവരുടെയൊക്കെ ചാനൽ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് എവിടെ നിന്നാണ് ഗർഭമുണ്ടായത്, ഞാൻ 4 മാസം കടന്നത് ഈ പറയുന്ന എൻ്റെ ഇക്കാൻ്റെ ആൾക്കാർ നിങ്ങൾക്ക് മറ്റേ ഈ ഓക്കെ അവിടെ നിൽക്കട്ടെ. ഒരു കാര്യം പറഞ്ഞിട്ട് അങ്ങ് പോകാം. ഇവർ തുടങ്ങിയത് ഇവരുടെ മറ്റേ ഭർത്താവിന്റെ പെങ്ങളെ പറ്റിയിട്ടായിരുന്നു പറഞ്ഞു തുടങ്ങിയത്. അവരങ്ങനെ പറഞ്ഞു. അപ്പൊ അത് പിടിച്ച് കുറെ യൂട്യൂബേഴ്സ് ആരൊക്കെ റിയാക്ട് ചെയ്യുന്നവർ ഇവർക്ക് ദിവ്യഗർഭം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് തമ്മിൽ വല്ല എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കാണുമായിരിക്കും. അപ്പം ഞാൻ ചേച്ചിയോട് ആദ്യമേ ഒരു കാര്യം പറയാൻ, ചേച്ചി വന്നിരുന്ന് കുടുംബകാര്യവും ഒക്കെ ഈ യൂട്യൂബ് വഴി വിളമ്പുമ്പോൾ ആലോചിക്കണം. ഇതിന് തിരിച്ചൊരു പണി കിട്ടും. പ്രത്യേകിച്ച് ഈ നാട്ടുകാരുടെ ഫ്രണ്ടിൽ വന്ന് തിണ്ടുന്നതും പിള്ളേരെ നോക്കാനായിട്ട് ആരെങ്കിലും വേണം, ഇങ്ങനെയുള്ള പല കഥകൾ പറയുന്നതും മനസ്സിലായില്ലേ? ഇതൊക്കെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ആരെങ്കിലും വന്ന് ഇതൊക്കെ കള്ളമാണെന്നോ അല്ലെങ്കിൽ ചുമ്മാതാണെങ്കിലും എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോഴത്തേക്ക് പിന്നെ നിങ്ങളുടെ വാഗൊണ്ടും നിങ്ങളുടെ നാക്കുകൊണ്ട് നിങ്ങൾ കഴിഞ്ഞ ദിവസം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആലോചിച്ചോണം, എടുത്തു വെച്ച് കൊടുക്കും. മനസ്സിലായില്ലേ? പിന്നെ എടുത്ത് വെച്ച് ഉടുക്കുന്നവരെ മറ്റേ കുറ്റം പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിട്ട് കാര്യമില്ല. ആദ്യമേ നിങ്ങൾ നന്നാവണം, എന്നിട്ട് നിങ്ങളെ മറ്റേ കുത്താൻ വരുന്ന ആളുകളുടെ കാര്യത്തിൽ നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇത് പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ തന്നെ നിങ്ങളുടെ വർത്താനം കേട്ടപ്പോഴാണ് ഇവിടെ എല്ലാവരും ഇളകിയത്. കാരണം നിങ്ങൾ എന്താ കാണിക്കുന്നത് നിങ്ങളൊരു നിമിഷം ആലോചിക്കുക. എന്നിട്ട് ഞാൻ ഇപ്പോഴും പറയുന്നു, ഇവരെ പറ്റി ഇവരുടെ മരിച്ചുപോയ ഭർത്താവിന്റെ പെങ്ങള് പറഞ്ഞതൊന്നും സത്യമാണോന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് അതിനകത്ത് കേട്ടപ്പോഴും എവിടേക്കോ ഇച്ചിരി എന്തോ മറ്റേ ഓവറായിട്ടുള്ള പാസം കാണിച്ചുകൊണ്ട് അവർ സംസാരിക്കുന്നത് കേട്ടു. അപ്പൊ അതൊക്കെ നമുക്കൊന്ന് സംശയ കണ്ണോടുകൂടി തന്നെ കാണേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഞാനതൊന്നും ഒരു പരിധി കൂടുതൽ വിശ്വസിക്കുന്നില്ല. എങ്കിൽ പോലും നിങ്ങളുടെ വാക്ക് ഒന്ന് നന്നായി കിടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ആരും ഉണ്ടാക്കാൻ വരത്തില്ല. മനസ്സിലായില്ലേ? എന്നിട്ട് നമ്മളെ എല്ലാവരെയും കൂടെ മറ്റേ കുത്തിയിട്ടൊന്നും കാര്യമില്ല ചേച്ചി, അല്ലെങ്കിൽ കുത്താൻ നോക്കിയിട്ട് കാര്യമില്ല. തിരിച്ച് നിങ്ങൾക്ക് തന്നെ പണി കിട്ടത്തേ ഉള്ളൂ. നിങ്ങൾ വീണ്ടും 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 വീഡിയോ എടുത്തോണ്ട് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും 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 അടി കിട്ടിക്കൊണ്ടേയിരിക്കും. അത് മാന്യമായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ വളരെ മാന്യമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഈ രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. ബാക്കി ഇതിൽ വിശ്വാസം ഉണ്ടോയെന്ന് അറിയില്ല. എന്താ പറയുക, സിഹിർ ഇങ്ങനെയുള്ള സംഭവങ്ങൾ അത് നബിക്ക് പോലും വലിച്ചിട്ടുണ്ടെന്ന്. അങ്ങനത്തെ സംഭവങ്ങൾ എന്നെ ചെയ്ത് വെച്ചിട്ട് ഈ യൂട്യൂബും ബാക്കിയും കാര്യങ്ങളും കൊണ്ട് നടക്കണോണ്ട് എനിക്ക് പൈസ വരണുണ്ട് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇക്കാൻ്റെ വീട്ടുകാർ എന്നെ ചെയ്ത് വെച്ചിട്ട് ഞാൻ ഒറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് നോക്കട്ടെ. ഇവരിപ്പൊ നബിയൊക്കെ വിളിച്ച് ഇടക്കിടുന്ന കണ്ടു. എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല അതെന്താണെന്ന്. എന്റെ മുസ്ലിം സുഹൃത്തുക്കൾ നിങ്ങൾ പറയുക, എന്താണ് ഈ സ്ത്രീ പറയുന്നത്? എന്തിനാണ് ഇപ്പൊ നബിയൊക്കെ വിളിച്ച് അവിടെ കൊണ്ടുവന്നിട്ട് പറയുന്നത്? എനിക്ക് മനസ്സിലായില്ല കേട്ടോ, എനിക്ക് അറിയാത്തോട്ടാ. അത് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? ഇവരെ എന്താ ചെയ്യുന്നത്? ബാക്കി 4 മാസം മിണ്ടാണ്ട് മുക്കിൽ ഫോണ് പോലും തൊടാണ്ടിരുന്നവളാണ് ഞാൻ. അല്ലാണ്ട് 4 മാസം ഞാൻ ഗർഭിണിയായിട്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പോയ ഹോസ്പിറ്റല്, ആ ഡോക്ടർ എവിടെ കളഞ്ഞിരിക്കുന്നത്, ആർക്കാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് എനിക്ക് തെളിവ് സഹിതം ഈ പറയുന്ന റംല എനിക്ക് കൊണ്ടുവന്ന് തരണം. എനിക്ക് ഉണ്ടാക്കിയ ഗർഭം ആരാണ്, എൻ്റെ ഇക്ക മരിച്ചതിന് ശേഷം ഞാൻ ഗർഭിണി ആയിട്ടുണ്ടോ, ഞാൻ എവിടെയാ പോയി കളഞ്ഞിരിക്കുന്നത്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പൊ ഞാനും ഇനി ഇവരുടെ സൈഡിൽ നിന്ന് ഒരു കാര്യം പറയാം. റംല എന്ന് പറയുന്ന മറ്റേ ചേച്ചി ഇത്ത ഇങ്ങനെ വോയിസ് ക്ലിപ്പിൽ ചിലപ്പോൾ ഇതും കൂടെ ഉണ്ട്, ഞാനതൊന്നും വെച്ചിട്ടില്ല. അപ്പൊ അവര് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇവർക്ക് എന്തോ ഗർഭമുണ്ടായി, ഭർത്താവ് മരിച്ചതിന് ശേഷം അതുകൊണ്ട് കളഞ്ഞു എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു പരാമർശമൊക്കെ ആ ഒരു റംല എന്ന് പറയുന്ന വ്യക്തി നടത്തിയിട്ടുണ്ടെങ്കിൽ റംലത്ത നിങ്ങൾ തെളിയിക്കണം. അത് ചുമ്മാ കൊണാന്ന് സെബീന ബീവിയെ വിളിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ മനസ്സിലായില്ലേ, അത് നിങ്ങൾ തെളിയിക്കുക. അതായത് ഇവർ ചോദിക്കുന്ന കണക്ക് നിങ്ങൾ തെളിയിച്ചു കൊടുക്കുക. അതല്ലാതെ മറ്റേ വായ്ത്താളം അടിച്ചതാണെങ്കിൽ എന്റെ പൊന്നു കൂട്ടുകാരി ഇത്ത നല്ല പണി കിട്ടും. കാര്യം പറഞ്ഞേക്കാം, ചെറിയ കാര്യമൊന്നും അല്ല പറഞ്ഞിരിക്കുന്നത്. സ്ത്രീകൾക്ക് സ്ത്രീകളെ എന്തും പറയാനൊന്നുമില്ല. മനസ്സിലായില്ലേ? ഇവിടെ പുരുഷന്മാർ പറഞ്ഞെങ്കിൽ മാത്രമൊന്നുമല്ല ഇത്ര വലിയ പ്രശ്നം. സ്ത്രീകളെ ഒരു പരിധിക്കുള്ളൊന്നും പറയാൻ പാടില്ല. ആർക്കും മറ്റൊരാളെ നമുക്ക് അറിയാത്തൊരു കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ മറ്റേ താങ്ങാനായിട്ട് ലിമിറ്റ് വെച്ച് വേണം പറയാൻ. പക്ഷെ ഇത് നിങ്ങൾ പറഞ്ഞിരിക്കുന്നതൊക്കെ വലിയ കാര്യങ്ങളാണ്. അവൾക്ക് അവിഹിത ഗർഭം, ഭർത്താവ് മരിച്ചതിന് ശേഷം കൊണ്ട് കളഞ്ഞു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് തെളിയിച്ചു കൊടുക്കണം മോളെ ഇത്ത റംലത്ത. ഇല്ലെങ്കിൽ നല്ല പണി കിട്ടും. ഇവര് കൊണ്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി കൂടെ കാണും. പിന്നെ ഈ പറയുന്ന നാത്തൂമാര് തെറ്റാൻ കാരണം എന്താണെന്നും കൂടി ഞാൻ വെളിപ്പെടുത്താം. ഇവരുടെ ഒന്നും പേര് ഞാൻ വലിച്ചിട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വെറും ഏട്ടന്മാരുടെയും ബാക്കിയുള്ളവരുടെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പെങ്ങന്മാരുടെ കാര്യം എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഷാജി പെങ്ങളെന്താണ്, പെങ്ങന്മാരുടെ കാര്യം, പെങ്ങന്മാരുടെ കഥ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. എന്താ പറയുക,
ഈ പറയുന്ന റംല പറയണവള് എൻ്റെ കല്യാണത്തിനോ എന്നെ പെണ്ണ് കാണാൻ വരുമ്പോഴോ ഒന്നും ഇവള് വന്നിട്ടില്ല. കാരണം ഇവളുടെ വീട്ടിൽ പ്രശ്നമുള്ള ആങ്ങള ഇവള് ഭയങ്കര ഈഗോ പിടിച്ച സാധനമാണ്. ഇവള് ഭയങ്കര ഈഗോ പറഞ്ഞാൽ അവളുടെ മനസ്സ് വിഷമാണ്. ഇവള് എന്നെ പെണ്ണ് കാണാൻ വരുമ്പോൾ എന്നെ പെണ്ണ് കാണാൻ വന്നിട്ടില്ല. കാരണം എന്താണ്, ഇവളാരനോ നോക്കി വെച്ചിട്ട് ആങ്ങള അവളെ പോയി കെട്ടിയില്ല എന്ന് പറഞ്ഞിട്ടുള്ള ദേഷ്യത്തിൽ ഇവൾ എന്നെ പെണ്ണ് കാണാൻ വന്നിട്ടില്ല. എൻ്റെ എൻഗേജ്മെൻറ്റിന് ഇവള് വന്നിട്ടില്ല. എന്താണ് അതുപോലെ തന്നെ കല്യാണത്തിനൊക്കെ ഇവള് തെറ്റി നിൽക്കുകയായിരുന്നു. എൻ്റെ ഇക്കാൻ്റെ അടുത്ത് തെറ്റി നിൽക്കുന്ന സമയമായിരുന്നു. ഇവളെൻ്റെ കല്യാണം മുടക്കാൻ വേണ്ടി കുറേ നോക്കിയിട്ടുണ്ട്. അന്ന് തന്നെ എനിക്ക് കുറേ കാമുകന്മാരനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ ഇക്ക എന്നെ കല്യാണം ഉറപ്പിച്ച് എന്നെ ഇഷ്ടപ്പെട്ട് ഉറപ്പിച്ചത് കൊണ്ട് തന്നെ ഇവള് വേറെ ഫോണിൽ നിന്ന് വിളിച്ചിട്ട് ഷാജിദ അവൻ്റെ കൂടെ പോയി ഇവൻ്റെ കൂടെ പോയി പറഞ്ഞിട്ട് പണ്ടേ ഇവളുടെ എന്താ ഈ പറയുന്ന ഇക്കാൻ്റെ ഉപ്പാക്കും ഇക്കാക്കും ഒക്കെ ഇവള് ഈ ഫോണിൽ രഹസ്യമായിട്ട്, അന്ന് ലാൻഡ് ഫോണായിരുന്നു. മതിയല്ലോ, കൂടുതലൊന്നും ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നില്ല, നിങ്ങൾക്ക് ബോറടിക്കും. അപ്പൊ ഇനി ഇവര് പറഞ്ഞു വന്ന കാര്യം എങ്ങോട്ടാ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റംല എന്ന് പറയുന്ന ആളുണ്ടല്ലോ, റംലാത്ത ഇവർക്കെന്തോ ദിവ്യഗർഭം ഉണ്ടായി എന്നുള്ളൊരു സാധനം പറയുന്നുണ്ട്. പക്ഷെ അത് ഇവരിപ്പോ നേരെ തിരിച്ച് അങ്ങോട്ടേക്ക് അടിച്ചു കൊടുക്കുകയാണ്. റംലത്തയുടെ മകൾക്ക് ഇങ്ങനെ എന്തൊക്കെയോ ചെറിയ സെറ്റപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളൊരു കഥയൊക്കെ ഇപ്പൊ നമ്മുടെ ഈ ഒരു ഷാജിദ അങ്ങോട്ട് പറയാൻ തുടങ്ങുന്നുണ്ട്. ഞാൻ അതൊന്നും കേൾപ്പിക്കുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബം അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ ചകട അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്നത്. ഇത് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് വിളമ്പാൻ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ പൊന്നു ഷാജിദ നാട്ടുകാരെടുത്തിട്ട് താങ്ങും. നിങ്ങളിപ്പോ ഈ പറഞ്ഞ കാര്യത്തോട് ഞാൻ നിങ്ങൾ പറഞ്ഞതിനകത്ത് സത്യം കാണും, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല, കാണും. അതുപോലെ തന്നെ അവര് പറഞ്ഞതിനകത്ത് എവിടെയെങ്കിലും ഒക്കെ പൊട്ടും പൊടിയൊക്കെ സത്യങ്ങൾ കാണും. മനസ്സിലായില്ലേ? ഇതെല്ലാം കൂടി സോഷ്യൽ മീഡിയയിലോട്ട് വന്ന് വിളമ്പുമ്പോഴത്തേക്ക് ഇത് നിങ്ങളുടെ കുടുംബം, രണ്ട് ഫാമിലി അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ തന്നെയുള്ള രണ്ട് അംഗങ്ങൾ തമ്മിലുള്ള അടിയായി മാറുകയാണ്. ഇത് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് മറ്റേ ഛർദ്ദിക്കുമ്പോഴത്തേക്ക് എല്ലാവരും എടുത്തു വെച്ച് താങ്ങും. അത് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കുക. വല്ലതും പറയാനുണ്ടെങ്കിൽ നേരിട്ട് പറഞ്ഞു തീർക്കുക, കോടതിയിൽ പോയി കേസാവോ എന്താ വെച്ചാൽ ചെയ്യുക. ഇവിടെ വന്ന് കിടന്ന് കൊണ അടിക്കുമ്പോഴത്തേക്ക് എല്ലാവരും എടുത്തു വെച്ച് റിയാക്ട് ചെയ്യും. മനസ്സിലായില്ലേ? അഭിപ്രായങ്ങൾ പറയാൻ ഇവിടെ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ വന്ന് ഈ പരിപാടികൾ കാണിക്കുമ്പോൾ, നിങ്ങൾ റോട്ടിൽ ഇറങ്ങിയത് കാണിക്കുമ്പോൾ ചിലപ്പോൾ നമ്മളെല്ലാവരും കൂടെ വന്ന് റിയാക്ട് ചെയ്യണമെന്നില്ല. സോഷ്യൽ മീഡിയ ഒരു പ്ലാറ്റ്ഫോമിൽ ഇവിടെ നിങ്ങൾ മാത്രമല്ല, ഞങ്ങൾ എല്ലാവരും ഉണ്ട്. അപ്പൊ ഇവിടെ വന്നിരുന്ന് ഈ കണവണ പരിപാടി കാണിക്കുമ്പോഴത്തേക്ക് എല്ലാവരും എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യും. പിന്നെ റിയാക്ട് ചെയ്യുന്നവരുടെ കുറ്റം പറഞ്ഞുകൊണ്ട് നടന്നിട്ട് പറഞ്ഞോളുക. ഈ ഒരു പരിധിയിൽ കൂടുതൽ മറ്റേ വൾഗറായിട്ട് നിങ്ങളെ ചിത്രീകരിച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു പരിധിയിൽ കൂടുതൽ വിട്ടു പോവുകയാണെങ്കിൽ അവർക്കെതിരെ നിങ്ങൾക്ക് സംസാരിക്കാം. അല്ലാതെ എന്ന് വെച്ചിട്ട് എല്ലാവരും മറ്റേ ആ ഒരു പരിപാടി ഉണ്ടല്ലോ, മറ്റേ ഈ സാധനം, അതുകൊണ്ടൊക്കെ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പൊന്നു കൂട്ടുകാരി വെച്ച് താങ്ങിത്തരും. ഉറപ്പുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. അതിനകത്ത് ഒരു മടിയില്ല, മാന്യമായിട്ട് താങ്ങിത്തരും. അല്ലാതെ മാന്യമായിട്ട് ഇവിടെ താങ്ങുന്നതിന് ഒരു കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആവശ്യമില്ലാതെ നിങ്ങളെ മറ്റേ ഇപ്പൊ നിങ്ങളെ ബന്ധു പറഞ്ഞ കണക്കൊന്നും നമ്മൾ പറയത്തില്ല, നമുക്ക് അറിയത്തില്ല. അറിയാത്ത കാര്യത്തെ പറ്റി ഞാൻ പറയില്ല. അപ്പൊ എന്താണെങ്കിലും ഇതൊരു കുടുംബ പ്രശ്നമാണ്. ഇവിടെ അങ്ങ് തീരെ നീ വന്നിരുന്ന് ഈ ഛർദ്ദിക്കാതെ സോഷ്യൽ മീഡിയ കിടന്ന് കേസ് കൊടുത്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നോട്ട് പോയത് തീർക്കുക. എന്റെ അഭിപ്രായം ഞാനങ്ങ് പറഞ്ഞു. നിങ്ങൾക്ക് ഇനി ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താഴെ പറയാട്ടോ. ചിലപ്പോൾ ഇവരുടെ സ്ഥിരം വീഡിയോസ് കാണുന്ന ആളുകൾ കാണും, നിങ്ങൾക്ക് ഇവരെ പറ്റി ഒരു പരിധി കൂടുതൽ അറിയുള്ളൂ, നിങ്ങൾ പറയുക. ഞാൻ അതുകൊണ്ടാണ് അവരുടെ ക്യാരക്ടർ അസാസിനേഷൻ പരിപാടികളൊന്നും ചെയ്യാത്തത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് കാണുമല്ലോ ഒരു അഭിപ്രായം, താഴെ കമന്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്യടേ. എന്തോ നാടേ ഇത്, മോശം കേട്ടാ.